beautiful day by seeking the blessings of the Almighty. പ്രാർത്ഥനയാണ് ഓരോ നല്ല കാര്യത്തിന്റെയും തുടക്കം. ദൈവം തന്നെയാണ് നമ്മെ നയിക്കുന്ന വെളിച്ചം. Now I invite school choir to lead us in prayer. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing we need. Mercy drops around us are falling. Not for the showers we need, not for the showers we need, not for the showers we need. വിശിഷ്ട വ്യക്തികളെ, പ്രിയ കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, PTA ഭാരവാഹികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഏതാ ദിവസം? ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ആരുടെ ദിവസം? ഇന്ന് ആരുടെ ജന്മദിന? ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമല്ലേ? ഇന്ന് ഫുൾ ഡേ ആഘോഷല്ലേ? ആഘോഷിക്കണ്ടേ? അപ്പൊ സംസാരിച്ചിരുന്നത് കേൾക്കുവോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു? അറിയാം അല്ലെ? അപ്പൊ കുഞ്ഞുങ്ങളെ കുറിച്ച് ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞെന്ന് അറിയണ്ടേ? നിങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞെന്ന് എന്ന് പറയാം. ഓക്കെ, ഈ ഇന്നത്തെ കുരുന്നുകൾ ആരാ? നിങ്ങളാണ്. നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും. നമ്മൾ അവരെ വളർത്തുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കും. നിങ്ങൾക്ക് ടീച്ചേഴ്സും അതുപോലെ മാതാപിതാക്കളും അതുപോലെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ എല്ലാ അഭ്യുദയകാംക്ഷികളും എല്ലാം നല്ല രീതിയിൽ വളർത്താനാണ് നിങ്ങളെ ഓരോരുത്തരെയും ഓരോ ദിവസവും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? ഇനി അദ്ദേഹം നിങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കും കൂടി ഞാൻ പറയാം. കുഞ്ഞുങ്ങള് പുഷ്പങ്ങളും മൃദുലവുമാണ്. അവയെ മൃദുവായി തന്നെ കൈകാര്യം ചെയ്യണം. ശരിയല്ലേ? മൃദു എന്ന് വെച്ചാൽ എന്താ? മൃദു മലയാളം അറിയാവോ? അതായത് കുഞ്ഞുങ്ങളുടെ ഹൃദയം നിർമ്മലമാണ്, നിഷ്കളങ്കമാണ്, മൃദുലമാണ്. പൂക്കളുടെ, അതായത് ഫ്ലവേഴ്സിന്റെ അതിന്റെ പെറ്റൽസ് ഇല്ലേ, ദളങ്ങള്, അതെങ്ങനെ സോഫ്റ്റ് അല്ലേ? അതുപോലെയാണ് നിങ്ങളുടെ ഹൃദയം. ഇതുപോലെ ഇത്ര മനോഹരമായിട്ട് കുഞ്ഞുങ്ങളെ വർണ്ണിച്ചിരിക്കുന്ന, കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ദീപ്ത സ്മരണയോടെ തന്നെ ആദരം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ രൂപ മാഡമാണ്. രൂപ മാഡത്തിന് നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കണ്ടിരുന്നു അല്ലേ? എന്തായിരുന്നു അത്? ദീപാവലിക്ക് എന്താ തന്നേ? സ്വീറ്റ്സ് വന്നു. ഒരമ്മയെ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് നിങ്ങളുടെ വായിലും കയ്യിലൊക്കെ ആയിട്ട് ഓരോ രസമുള്ള തന്നു അല്ലെ? മധുരം വിളമ്പി അല്ലെ? നിങ്ങളെ ഇതുപോലെ ഓർത്ത് ഒരു അമ്മ ഉണ്ടാവില്ല അല്ലെ? ഇതുപോലെ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന മാഡമാണ് രൂപ മാഡം. മാഡം സോഷ്യൽ വർക്കറാണ്, സംരംഭകയാണ്, ഒരു വൈദഗ്ധ്യമുള്ള ഡാൻസറാണ്, പിന്നെ മോട്ടിവേഷൻ സ്പീക്കറാണ്. ഇതൊക്കെ മാഡത്തിന്റെ സവിശേഷതകളാണ്. അതുപോലെ തന്നെ ദൈവത്തെ കൂട്ടുപിടിച്ച് ഇതുപോലെ സമൂഹത്തെ സേവിക്കുന്ന ഒരു അമ്മയെ നിങ്ങൾക്ക് വേറെ കാണാൻ ഈ ഒരു കാലഘട്ടത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു സംരംഭകയും അതുപോലെ തന്നെ പ്രവർത്തന ശൈലിയിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ചേർക്കപ്പെട്ട വ്യക്തിയുമായ രൂപ മാഡത്തിനെ ഇന്നത്തെ വിശിഷ്ട വ്യക്തിയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. വളരെ കൃതജ്ഞതയോടെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ വിശിഷ്ട സ്ഥാനം അലങ്കരിക്കുന്ന രൂപ മാഡത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന രൂപ മാം നമ്മുടെ കുട്ടികളുടെയും സ്കൂളിന്റെയും
ഉന്നമനത്തിനായി എന്നും സഹായഹസ്തം നീക്കുന്ന വ്യക്തിയാണ്. മാമിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. A very good morning to all. Good morning, children. വേദിയിലുള്ള ഏറ്റവും ആദരണീയരായിട്ടുള്ള സിസ്റ്റേഴ്സ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അപ്പൊ ഇന്ന് ശിശുദിനത്തിന്റെ ആശംസകൾ ആദ്യം തന്നെ നേരിട്ട് ഇന്നത്തെ ഡേറ്റ് എന്താ? നവംബർ 14, ഫ്രൈഡേ അല്ലേ? ഇത് ഫ്രൈഡേ ആണ്. നാളെ നിങ്ങൾക്ക് അവധി. ശിശുദിനത്തിന്റെയും അതുമല്ലാതെ വീക്കെൻഡിന്റെ അവധിയുടെയും എല്ലാത്തിന്റെയും ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണാനുണ്ട്. അപ്പൊ സിസ്റ്റർ ഇവിടെ നേരത്തെ പറഞ്ഞു നവംബർ 14 എന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? പറഞ്ഞേ. ജവഹർലാൽ നെഹ്റുവിന്റെ അല്ലെ? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹി വാസ് ദ ഫസ്റ്റ് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് മാത്രമല്ല ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ. ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ചിരുന്നതുമാണ്. ഫസ്റ്റ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മരണം വരെ എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? എന്താ? 1947 ശ്രദ്ധിക്കുന്നുണ്ട്. 1947 തൊട്ട് എനിക്ക് 1964 അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം ഇന്ത്യ ഭരിച്ചിരുന്നു. അപ്പോ ഏകദേശം ഒരു 17 വർഷം ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകളുടെ പേരെന്തായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേര് വളരെ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൻ പ്രൈം മിനിസ്റ്റർ. അങ്ങനെയും ഒരു നിങ്ങളുടെ ജനറൽ നോളജിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതിന് മുൻപ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഒരു വനിത ഇരുന്നിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയായിരുന്നു. അപ്പോ നമ്മുടെ ചാച്ചാജി ഏറ്റവും കൂടുതൽ കുഞ്ഞുമക്കളെ സ്നേഹിച്ചിരുന്നു. നന്നായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ ജന്മദിനവും എനിക്ക് തോന്നുന്നു ഈ വർഷം 136 18ാം നൂറ്റാണ്ടിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ 136 ഇയേഴ്സ് ആയിരിക്കണം ബർത്ത് ആനിവേഴ്സറി. അപ്പോ നമുക്കറിയാം ഈ ഒരു വർഷം 2025 തുടങ്ങിയപ്പോ തൊട്ട് നിങ്ങൾ പല ദിനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പോ തൊട്ട് അല്ലെ? പല ദിനങ്ങൾ ജൂൺ തൊട്ട് എന്തൊക്കെ ദിനങ്ങൾ നിങ്ങൾ ആചരിച്ചു? പരിസ്ഥിതി ദിനം തൊട്ട് പല ദിനങ്ങൾ ആചരിച്ചില്ലേ? ഒന്ന് നിങ്ങളൊന്ന് റീകോൾ ചെയ്ത് നോക്ക്. ഒരു സ്ക്രീനില് പോലെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഏതൊക്കെ ദിനങ്ങളിലൂടെ നിങ്ങൾ ആഘോഷിച്ചു? യോഗാ ദിനം, വായനാ ദിനം അല്ലെ? കർഷക ദിനം, പല ദിനങ്ങൾ നിങ്ങൾ ആചരിച്ചിട്ടുണ്ടാവും. എന്ന് പറയുന്ന പോലെ നവംബറിൽ ഇപ്പൊ നമ്മൾ ശിശുദിനത്തിൽ എത്തി. ഇനി അടുത്തത് ഡിസംബറായി. ഇനി ഒരു 45 ഡേയ്സ് കൂടെ കഴിഞ്ഞ് ഈ വർഷം തന്നെ കഴിഞ്ഞു. 2026 പുതിയ വർഷത്തിനെ നമ്മൾ വരവേൽക്കാനായിട്ട് ഒരുങ്ങും. അപ്പോ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ കുഞ്ഞുമക്കൾക്ക് വേണ്ടത് നന്ദിയുള്ള ഹൃദയമാണ്. ശരിയല്ലേ? എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി കഴിഞ്ഞു. പല രീതിയിലുള്ള അപകടങ്ങളിലൊക്കെ. നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നുണ്ടോ? മലയാള മനോരമയോ മാതൃഭൂമി പേപ്പർ വായിക്കണം. പത്രം വായിച്ചാൽ മാത്രമേ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, താങ്ക്സ്, ഈ ഒരു ചിന്ത, ഈ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഞാൻ എഴുതി തരാം. നിങ്ങളുടെ ഡയറിയിൽ, നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്ന ഒരു വാക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നന്ദി. അപ്പോ ഇത്രയും ഈ ഒരു വർഷാവസാനം വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ എത്രയോ പേര് ആ കാലത്തിന്റെ യവനികയിലോട്ട് വായിക്കപ്പെട്ടു, മറഞ്ഞുപോയി. നമുക്ക് അപ്പോ ഇനി ഒരു പ്രഭാതം ദൈവം കാണാനായിട്ട് ഇടവരുത്തി. നിങ്ങളുടെ ജനറേഷൻ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പോ ഞാൻ നോക്കുകയായിരുന്നു. ഇപ്പൊ ഒരു 7 തലമുറ വരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബർത്ത് ഇയർ അനുസരിച്ച്. ആദ്യത്തേത് സൈലന്റ് ജനറേഷൻ. ശ്രദ്ധിച്ചേ, സൈലന്റ് ജനറേഷൻ. രണ്ടാമത് ബേബി ബൂമേഴ്സ് എന്ന് പറയും. മൂന്നാമത് ജനറേഷൻ എക്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എക്സ്. നാലാമത് ജനറേഷൻ വൈ നിങ്ങൾക്കറിയാലോ. അഞ്ചാമത് ജെൻ സി. ജെൻ സി അറിയാം അല്ലെ? ഇസെറ്റ് എന്നാ എഴുതുന്നെങ്കിലും ജെൻ സി ആണ് ഇപ്പോഴത്തെ വർക്ക് ഫോഴ്സ് കൂടുതലും. ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ യൂസും സ്ക്രീൻ ടൈമും ഒക്കെ ഉള്ളവര്. ഇത് കഴിഞ്ഞിട്ട് ജെൻ സി കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ആണ്. ഞാൻ ഇരുന്നപ്പോ ഞാൻ നിങ്ങളെ നോക്കിയപ്പോൾ എന്റെ ഓർമ്മയിൽ പറഞ്ഞത് നിങ്ങൾ ജനറേഷൻ ആൽഫ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2019-2025 അത് ആ ഒരു 2019 അല്ല 2010 തൊട്ട് ഉള്ള ബർത്ത് ഇയർ ഉള്ളവരാണ്. നിങ്ങളൊക്കെ ആ ജനറേഷൻ ആൽഫയിൽ വരും. പിന്നെ ഈ വർഷം ജനിച്ചവര് 2025 തൊട്ട് 2039 വരെ ജെൻ ബീറ്റ.
അങ്ങനെ 7 തലമുറയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടങ്ങൾ മാറുന്നു, നമുക്ക് പല രീതിയിലുള്ള അറിവുകളും ജ്ഞാനവും ഒക്കെ ലഭിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് പല രീതിയിലും നമ്മൾ ആവർത്തിച്ച് കേട്ട ഒരു വാക്കാണ് സ്മാർട്ട് എന്നുള്ളത്, അല്ലെ? സ്മാർട്ട് ആവണം, സ്മാർട്ട് ഫോൺ. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഇഷ്ടമല്ലേ? സ്മാർട്ട് ഫോൺ, സ്മാർട്ട് സിറ്റി, സ്മാർട്ട് ക്ലാസ് റൂം, അല്ലെ? സ്മാർട്ട് ബോർഡ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്മാർട്ട് ബോർഡ് കേട്ടിട്ടില്ലേ? സ്മാർട്ട് ബോർഡ്. അപ്പോ ആ ഒരു കാലഘട്ടത്തില് ബി സ്മാർട്ട് എന്ന വാക്കിനെക്കാട്ടിലും നിങ്ങളുടെ മനസ്സിൽ പതിയേണ്ട ഒരു വാക്കാണ് ബി കൈൻഡ്. കാരണം ഇന്ന് കൈൻഡ്നെസ്, നന്മ, സ്നേഹം, ആർദ്രത, ദയ, കാരുണ്യം, താഴ്മ, എളിമ, ഹ്യൂമിലിറ്റി, സിംപ്ലിസിറ്റി, ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് വേണ്ടത്. കാരണം ഈ ഒരു മത്സരത്തിന്റെ ഒരു യുഗം, എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് സ്കൂൾ ലെവൽ തൊട്ട് പല രീതിയിലുള്ള കോമ്പറ്റീഷൻസ്, അല്ലെ? കോമ്പറ്റീഷൻ, എസ്സേ കോമ്പറ്റീഷൻ, പോയിട്രി, ഡാൻസ്, മ്യൂസിക്. ഈ ഒരു കോമ്പറ്റീഷൻ എന്ന വാക്കിനെക്കാട്ടിലും നമ്മൾ ഇനി എല്ലാവരും മനുഷ്യർ പഠിക്കേണ്ടത് കോപ്പറേഷനാണ്. സഹകരിച്ച് എല്ലാവരുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇന്ന് വിജയം. അല്ലാതെ എല്ലാവരെയും ഒറ്റപ്പെടുത്തി തോൽപ്പിച്ച് വഴക്കുണ്ടാക്കി മത്സരിച്ച് തള്ളിയിട്ട് അങ്ങനെ കളിയാക്കി അങ്ങനെ നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തുകയല്ല. ഒരുമിച്ച് വളരാൻ സാധിക്കണം. ശരിക്കും ഉബുണ്ടു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആഫ്രിക്കൻ ഗോത്രവർഗക്കാരുമായിട്ട് ഒരു സയന്റിസ്റ്റ് ഒരു റിസർച്ച് നടത്താനായിട്ട് പോയ സമയത്ത് അവിടെയുള്ള കൊച്ചു കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, ദൂരെയുള്ള ആ മരത്തിന്റെ കീഴില് ഒരു സ്വീറ്റ്സിന്റെ പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് ആരാണ് ഓടി ചെന്നിട്ട് ആദ്യം ആ സ്വീറ്റ്സ് പാക്കറ്റ് തൊടുന്നത് അവർക്ക് ആ സ്വീറ്റ്സ് പാക്കറ്റ് സ്വന്തമാക്കാം. അങ്ങനെ ആ കുട്ടികൾക്ക് ഒരു കണ്ടീഷൻ കൊടുത്തു. ഇതൊരു മത്സരമാണ്, ഇതൊരു റേസ് ആണ്. അപ്പൊ നിങ്ങള് റെഡി 1, 2, 3 എന്ന് പറയുമ്പോൾ ആരാണ് ഓടി മരത്തിന്റെ അവിടെ എത്തി സ്വീറ്റ്സ് പാക്കറ്റ് തൊടുന്നത് അവർക്കത് സമ്മാനമായിട്ട് ലഭിച്ചു. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്തു. 1, 2, 3 എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ എല്ലാവരും കൈ കോർത്ത് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഓടി ആ മത്സരം പൂർത്തിയാക്കുകയും ആ മരത്തിന്റെ കീഴിലുള്ള സ്വീറ്റ്സ് പാക്കറ്റ് അവർ ഒരുമിച്ച് തൊട്ട് ഒരുമിച്ച് അത് തുറന്ന് എല്ലാവരുമായി പങ്കിട്ടു. അപ്പൊ ഈ ശാസ്ത്രജ്ഞൻ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു മത്സരമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇതെന്താണ് നിങ്ങൾ ഒരുമിച്ച് ഓടിയത്? അപ്പോൾ പറഞ്ഞ വാക്കാണ് ഉബുണ്ടു. ഉബുണ്ടു എന്ന് പറയുന്ന വാക്കിനർത്ഥം ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റൊരാൾ സന്തോഷിക്കുന്നത്. അപ്പൊ ഒരുമിച്ചാണ് നമ്മൾ ഈ ലോകത്ത് നേടിയെടുക്കുന്നതും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ സ്കൂളിൽ നോക്കുമ്പോൾ നേരത്തെ ഇവിടെ റിട്ടയർ പോയ ടീച്ചേഴ്സിന്റെയും എല്ലാവരുടെയും ഫേസ് കാണാൻ പറ്റും. രാജി ടീച്ചറെ നന്നായിട്ട് അറിയാം. രാജി ടീച്ചർ ഉള്ളപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ പലരുടെയും സഹകരണത്തോടുകൂടിയും കൂട്ടായ്മയോട് കൂടിയാണ് ഏതൊരു സ്ഥാപനവും ഏതൊരു വ്യക്തിയും മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? അല്ലെ? ആർക്കും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 7 ജനറേഷൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? സൈലന്റ് ജനറേഷൻ, ബേബി ബൂമേഴ്സ്, പിന്നെന്താ ഞാൻ പറഞ്ഞ ജനറേഷൻ എക്സ്, പിന്നെ ജെൻ വൈ. എക്സ് കഴിഞ്ഞാൽ വൈ, അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി മെമ്മറിക്ക്. ജനറേഷൻ വൈ, പിന്നെ ജെൻ സി, പിന്നെ അതിന് 4ാമത്തെ ജനറേഷൻ ആൽഫ, ബീറ്റ. നിങ്ങൾ ഏത് ജനറേഷനാ? നിങ്ങൾ ജനറേഷൻ ആൽഫ. ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കൈയ്യടി കൊടുത്തോ നിങ്ങൾക്ക്? എല്ലാം വേദിക്കുന്നു, അപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണെന്നാ പറഞ്ഞത് ലൈഫില്? എന്തൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ ഡയറി എഴുതാൻ, നന്ദിയുടെ താങ്ക്സ്. എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും നിറഞ്ഞ് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നമുക്ക് വേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് താഴ്മ, എളിമ, വിനയം. എല്ലാ കാര്യത്തിലും നമ്മള് മറ്റുള്ളവരോട് താഴ്മയോടുകൂടി, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പുണ്യം. സത്യസന്ധതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഇതൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ സഹായിക്കണം. എന്നാലും കിരീടം, അതായത് വേർച്യൂസിൽ ക്രൗൺ ഓഫ് ദ വേർച്യൂ എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്, താഴ്മ. കാരണം ഈ താഴ്മയുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. താഴ്മയുള്ള ഒരു ഹൃദയം, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ഹൃദയം. പിന്നെ നമ്മൾ ഗിവേഴ്സ് ആവുന്നു, മോർ ദാൻ ടേക്കേഴ്സ്, അല്ലെങ്കിൽ മോർ ദാൻ ഗെറ്റേഴ്സ്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മയുടെ ഒരു വാക്കോ, പ്രാർത്ഥന, അനുഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് പകർന്നു കൊടുക്കുക, ഒരു വഴി കാണിച്ചു കൊടുക്കുക,
അപ്പൊ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാം, മറ്റുള്ളവരുടെ പുഞ്ചിരിക്കും നന്മയ്ക്കും സാധ്യമാകും, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ മൈൽ ഒരു ദിവസം ഒരു എക്സ്ട്രാ മൈൽ നിങ്ങൾക്ക് നടക്കാൻ സാധിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇലസ്ട്രേഷൻ ആണ്. നമുക്ക് രണ്ട് കൈ ദൈവം തന്നിട്ടുണ്ട് അല്ലെ? രണ്ട് കൈയില്ലേ? രണ്ട് കൈയില്ലേ എല്ലാവർക്കും? ഒരു കൈ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ, ഈ മറ്റേ കൈ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനാണ്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്. മറ്റുള്ളവർക്ക് വേണ്ടി കൈ നീട്ടാനാണ് ഈ മറ്റേ കൈ. അപ്പം രണ്ട് കൈ എന്നുള്ളത്, ഒരു കൈ നമ്മുടെ ആവശ്യത്തിനും ഈ അതർ ഹാൻഡ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഓഫർ ചെയ്യാനാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിലും വിഷമത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒക്കെ നമ്മൾ ഭാഗമാവുകയും അവർക്ക് ഒരു ആശ്വാസം, ഒരു തലോടൽ, ഒരു സാന്ത്വനം നൽകാൻ സാധിക്കുക. ഇതാണ് നിങ്ങൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്. അപ്പൊ ബി സ്മാർട്ട് എന്നതിനെക്കാട്ടും ബി കൈൻഡ്നെസ് എന്നുള്ള വാക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കേണ്ടത്. അപ്പൊ രണ്ട് കൈ എന്തിനാന്ന് ഞാൻ പറഞ്ഞത്? രണ്ട് കൈ, ഒരു കൈ നമ്മൾക്ക് വേണ്ടി തന്നെ, മറ്റേ കൈ എന്തിനാ? വേറെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെ ബൈബിളിലെ നല്ല സമരിയാക്കാരനെ പോലെ, നല്ല സമരിയാക്കാരൻ എന്നുള്ളത് നമ്മൾ ആവേശം കൊണ്ട് മത്സരിച്ച് സ്റ്റേജിലൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കണം അല്ലെ? സ്റ്റേജിൽ മാത്രം അവതരിപ്പിച്ചാൽ പോരാ. ഗുഡ് സമാരിറ്റന്റെ ഉപമ, പാരബിൾ നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രായോഗികമാക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി വേദനിച്ചിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, അവശതയിലുള്ളവർക്ക് വേണ്ടി ഒരു സമാധാനം, നിങ്ങളുടെ ഒരു സാന്നിധ്യം കൊണ്ട് അവർക്ക് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രോഗ്രാംസിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും ഒരു അനുഗ്രഹമാവട്ടെ. ഇനി തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ലോകം അറിയുന്ന, ലോകം ആദരിക്കുന്ന, ലോകം ബഹുമാനിക്കുന്ന വലിയ പ്രതിഭകൾ, പത്മഭൂഷൺ, ഭാരതരത്ന, ഓസ്കാർ, ജ്ഞാനപീഠം, അങ്ങനെയുള്ള ഉയർന്ന ബഹുമതികൾ ഈ സ്കൂളിൽ നിന്നും ലഭിക്കട്ടെ. നിങ്ങൾ അതിനുവേണ്ടി നന്നായിട്ട് അധ്വാനിക്കുക. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നിങ്ങൾ ജീവിക്കുക. ശലോമോൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചതുപോലെ ജ്ഞാനം, വിവേകം, അറിവ്, തിരിച്ചറിവ്, വിസ്ഡം നിങ്ങൾ ചോദിക്കുക. ശരിയും തെറ്റും, നന്മയും തിന്മയും, ഗുണവും ദോഷവും തിരിച്ചറിയാൻ വിവേകമുള്ള ഒരു ഹൃദയം. ഇതാണ് കിങ് സോളമൻ ചോദിച്ചത്. അപ്പൊ ദൈവം വിസ്ഡത്തിനോടൊപ്പം സമ്പത്തും പ്രശസ്തി, അധികാരവും, കീർത്തിയും, ദീർഘായുസ്സും എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചു. ഈ ഒരു പ്രാർത്ഥന, ഈ ദൈവമേ തിരിച്ചറിവ് തരണേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ ദിവസവും ദൈവത്തോട് ചോദിക്കുക. നിങ്ങളെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.